ഹായ്. അപ്പോൾ വാർഡിലാണ് ഇന്ന് ശരിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിസ്ചാർജ് ഒന്നും റെഡി ആയിട്ടൊന്നുമില്ല. കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളേക്കിന് എന്തായാലും ആവുള്ളൂ. അപ്പോൾ വാവ ഉറങ്ങാൻ നല്ല ഉറക്കത്തിലാണ്. വൈഫ് ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ അല്ലേ ദൃശ്യ? ഓക്കെ. നമുക്ക് ഡിസ്ചാർജ് കഴിഞ്ഞിനി വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണോ പോകേണ്ടത് അതോ വല്യമ്മയുടെ വീട്ടിലേക്കാണോ പോകേണ്ടത് മേമ്മയുടെ വീട്ടിലേക്കാണോ പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം ഒരുപാട് പേര് അവിടേക്കും ഇവിടേക്കൊക്കെ വിളിക്കുന്നുണ്ട്. കൊച്ചിനായിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല നല്ല വീഡിയോകൾ, അടിപൊളി ഉഷാറുള്ള വീഡിയോകളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മേമ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ മേമയ്ക്ക് ലേശം ചളിപ്പാണ് വീഡിയോയിൽ നിൽക്കാൻ. നമ്മുടെ അനിയത്തിയാണ് മേമയാണിപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ കൂടെയൊക്കെ നിൽക്കണത്. അതായത് കൃഷിനെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ പെട്ടെന്ന് തന്നെ ആയിരുന്നു അഡ്മിറ്റ് ചെയ്തതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയും മേമയാണ് നിന്നത്. ശരിക്കും നല്ല ക്ഷീണമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ ആളുകളൊക്കെ വാർഡിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുണ്ടാവും, പെട്രോളിൻ്റെ അടിയിലൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എട്ട് മണി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വരും. ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ വാർഡിൽ നിന്ന് പോകണം എന്നുള്ളതാണ്. കാരണം പലവർക്കും സ്ത്രീകളാണല്ലോ, അവർക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പുരുഷന്മാർക്ക് ഇവിടെ വരാനുള്ള ഒരു ടൈം അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ മേമാട്ട കാണിച്ചു തരാം. ഞാൻ മിണ്ടാണ്ടെന്നുള്ളതന്നെ പറയണം. മേമയ്ക്ക് ചളിപ്പാണ്. അപ്പോൾ വാവനെ ഒന്നുകൂടി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിർത്തട്ടോ. ഹായ് പറഞ്ഞിട്ടുണ്ടോ സത്യം?